പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിക്രമിനോട് പറയുന്നു. പാവം, ഞാനാണ് ഇന്ന് തന്നെ പോവാൻ നിർബന്ധിച്ചത്. ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു. അപ്പം വന്നപ്പോൾ തുടങ്ങിയുള്ള ഇരിപ്പും കരച്ചിലും ഒന്നും കഴിച്ചിട്ടുമില്ല. മോളെ, നീ പോയി മുഖമൊക്കെ കഴുകി ഭക്ഷണം കഴിക്കുക എന്ന് പറയും. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, കുറച്ച് ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് വേദയ്ക്ക് കൊടുക്കടാ. എന്നപ്പോൾ ഞാനോ എന്നും നിന്നെ ഊട്ടിച്ചാൽ പോരല്ലോ, ഒരു ദിവസം നിനക്ക് മൂട്ടിക്കാം എന്ന് പറഞ്ഞ് കമലാമ്മ എഴുന്നേറ്റ് പോകും. എന്നിട്ട് വേദന എടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് വിക്രം ഇരുന്നിട്ട് പറയും, എടി വേതാളമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒന്ന് പറയാൻ പോലും ഒരു സാവകാശം നീ തന്നോ? അതെ, ഞാൻ പറഞ്ഞില്ലേ അവിടെ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ, അപ്പോൾ അത് അഭിനയമാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ വേദ എഴുന്നേറ്റ് പോകുന്നുണ്ട് അവിടുന്ന്. പിന്നെ വിക്രം ചോറൊക്കെ എടുത്ത് വിളമ്പി പാവം എന്നൊക്കെ മനസ്സിലാലോചിച്ച് എല്ലാ കറികളൊക്കെ വിളമ്പിച്ച് ഉണ്ണാനിരിക്കും. കൈ വെച്ച് കഴിഞ്ഞപ്പോൾ വേദന ഓർമ്മ വരും. അങ്ങനെ വേദന അടുത്തേക്ക് ചെല്ലും. നമ്മളെല്ലാവരും കരുതും വേദയ്ക്ക് ചോറ് വാരി കൊടുക്കും, അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കാനൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ വേദനയോട് അറിയോ, പാവം. വേദന കണ്ടപ്പോൾ പറയും, പാവം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്നാ എന്ന് പറഞ്ഞിട്ട് നീട്ടണ് എന്ന് നീ കരുതണ്ട എന്നും പറഞ്ഞിട്ട് ആ ചോറാൻ കൊണ്ട് ഉരുട്ടി ഉരുട്ടി വിക്രം വേദന മുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങണ്. നല്ല രുചിയുണ്ട്. നിനക്കെന്തായാലും പട്ടിണിയല്ലേ, അച്ഛൻ അടിച്ചിറക്കിയതല്ലേ, പാവം. അവിടെ നിന്നും പോന്നു. ഇവിടെ നിന്നല്ലെങ്കിൽ നാളെ പോകേണ്ടി വരും. ഏതാണ്ട് ബസ്സിൽ കയറിയ അവസ്ഥയിന് ഇരിക്കാൻ സീറ്റും ഇല്ല. അഥവാ കമ്പിയിൽ പിടിക്കാനും പറ്റണില്ല. ബ്രേക്ക് ഇട്ടാൽ തെറിച്ച് വീഴും. ആ ഒരു അവസ്ഥയാണല്ലേ പാവം എന്ന് പറയും. നീ നാക്കിൻ്റെ നീളം കൂടുതലാണ് നിനക്ക്. എൻ്റെ അടുത്ത് നാക്കിട്ടടിക്കുന്ന പോലെ അവിടെ ചെന്ന് നാക്കിട്ടടിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതിന് പറഞ്ഞത് നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളൂ, ഒരു തരി ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ അപമാനിക്കുന്നു. വേദന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വിക്രമാണെങ്കിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് കുറച്ച് ചോറും കൂടി ഉണ്ട്, അത് വെള്ളം ഒഴിച്ചിടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നന്ദിനിനെ കാണിക്കുന്നത്, അമ്മയ്ക്ക് വല്ല വട്ടുണ്ടാ, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്നിട്ട് ഓളെ പിന്നാലെ നടന്നു കഴിഞ്ഞിട്ട് മോളെ ചോറ് തിന്ന് എന്നും പറഞ്ഞ് നടക്കണം. നിങ്ങൾ അമ്മയ്ക്ക് നല്ല വേർതിരിവുണ്ടെന്ന് പറയും. അത് ശരിയാണെന്ന് നായകനും പറയും. ഈ പണവും സൗന്ദര്യമൊക്കെ അവൾക്കല്ലേ, അപ്പോൾ പിന്നെ അവളോടായിരിക്കും കൂടുതൽ. അത് ശരിയാണ് നീ പറഞ്ഞ, ഈ വീട്ടിലെ വെച്ച് 3 മരുമക്കളിലേ പണവും സൗന്ദര്യം ഇല്ലാത്തത് നിനക്കല്ലേ, അതുകൊണ്ട് അത് തന്നെയെന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് നന്ദിനിക്ക് ഓർമ്മ, അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വന്നത്, ഈ വീട്ടിൽ തീരെ ബുദ്ധിയില്ലാത്തത് ഞാനാണെന്നോ, അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തത് ഞാനാണെന്നോ നിങ്ങൾ പറഞ്ഞു വരുന്നേ? എന്നൊന്നും ഞാനല്ലല്ലോ പറഞ്ഞത്, ഇതൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് പറയും. അതൊക്കെ പോട്ടെ, ഈ നിലയ്ക്ക് പോയാൽ അവളോ ഇനി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ നിലയ്ക്ക് ഇനി ഇവൾക്ക് ഇവിടെ നിന്ന് അവൾ പോകുമോ? എനിക്ക് ആകെ വിഷമായിട്ടും കുശുമ്പായിട്ടും പാടില്ല. എങ്ങനെയെങ്കിലും അവളോട് നിന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടക്കില്ല. എന്തായാലും ശ്രീകാന്ത് സാർ ഒന്നും കാണാണ്ട് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കില്ലടി, എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് പറയും. എന്ത്? ഒന്നും അറിയാണ്ട് വിശ്വാസമായിട്ടൊന്നും ജോലി കൊടുക്കില്ലല്ലോ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് ആലോചിച്ച് കഴിഞ്ഞിട്ട് നീ തല പോകാൻ നോക്കണ്ട, നീ കിടന്നുറങ്ങാൻ നോക്ക്. എന്തായാലും എന്തെങ്കിലും ഒരു ബുദ്ധി ശ്രീകാന്ത് കണ്ടിട്ടുണ്ടാവും. വേദന അവിടെ നിന്നും ഓടിക്കാനുള്ള വഴീന് കണ്ടേക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വിക്രമിനെ കാണിക്കുന്നത് ചോറുണ്ട് കൈ കഴുകി വരുമ്പോൾ വേദ അവിടെ ഇരിക്കുന്നില്ലേ, പുറത്ത് ഇല്ലല്ലോ, അകത്തും കാണില്ലല്ലോ, ഇത്ര വേഗം പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ അടച്ച് വിക്രം നേരെ വിക്രത്തിൻ്റെ മുറിയിൽ പോയി അവിടെ ചെന്ന് വാതിൽ ലൈറ്റൊക്കെ ഇട്ട് വാതിലൊക്കെ അടക്കിയായിരിക്കുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ വേദ കട്ടിൽ സുഖമായി കിടന്നുറക്കുന്നു. അയ്യോ, കട്ടിലിൽ കിടക്കുന്നോ എന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട്. വേതാളമേ എന്ന് പറയും. എന്നിട്ട് വിക്രം ഒരു കുപ്പി ആ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് വേദന തലയെ കൂടെ ഒഴിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തിരിയുന്ന വഴിക്ക് വേദ കത്തിയായിട്ട് നിൽക്കുന്നുണ്ടാവും. വിക്രം ആകെ ചമ്മി, വെള്ളം അങ്ങനെ എൻ്റെ ദേഹത്ത് കൂടെ ഒഴിച്ച് എന്നെ ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കുത്തും, അതിനാര് വെള്ളം ഒഴിക്കാൻ പോണ്, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വെള്ളം വിക്രം തന്നെ കുടിക്കുന്നുണ്ട്. അയ്യേ, ഈ വെള്ളത്തിന് എന്തൊരു ചുവ വ്യത്യാസം എന്ന് പറയും. 2 ദിവസമായി തുറന്നു വെച്ച വെള്ളമല്ലേ, വല്ല പല്ലിയെങ്ങാനും മുള്ളിയിട്ടുണ്ടാവും എന്നറിയും. അപ്പോൾ വിക്രം പെട്ടെന്ന് ഛർദ്ദിക്കും. നിനക്കൊന്ന് തൊള്ളർന്ന് പറഞ്ഞുകൂടായിരുന്നടി എന്നൊക്കെ പറയും. അത് എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്തെന്ന് പറയും, അതേ കിടക്കി എനിക്ക് വേണമെന്ന് പറയും. വേദനോട് പറയുന്നേ. അപ്പോൾ വേദ പറയുന്നേ, എന്താ ഒരു ദിവസം കുറച്ച് ദിവസം നിങ്ങൾക്ക് താഴ്ത്ത് കിടന്നൂടെ, ഇത്രയും നാൾ ഞാനല്ലേ താഴ്ത്ത് കിടന്നത്, അങ്ങനെ ഇപ്പോൾ വേണ്ട, നിങ്ങൾ താഴ്ത്ത് കിടക്കുക കുറച്ചാളെന്ന് പറയും. വെറുതെ അല്ലടി നിന്റെ അച്ഛൻ ചവിട്ടി പുറത്താക്കിയത്, നിൻ്റെ നാവിൻ്റെ നീളം കൂടുതൽ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഓരോന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ആ സമയത്ത് വീണ്ടും ജഗ്ഗും വെള്ളം പിടിച്ച് ഇങ്ങനെ വേദ നിൽക്കണ്. വേദനയിൽ അപ്പോഴത്തേനും തല വഴി മൂടി പുതച്ച് കിടക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങളെ ആണുങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടാവും, അച്ഛനും അതുപോലെ തന്നെ ഭർത്താവും ഒരു സുരക്ഷിതം ഏർപ്പെടുത്തി തന്നില്ലെങ്കിൽ ജീവിക്കില്ല എന്ന്. അത് നിങ്ങളുടെ തോന്നലാണ്, അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതിയിട്ടാ വിക്രമാന്ന് പറയും.
വിക്രമൻ ഗുണ്ടേ നിങ്ങൾ ആ ശ്രീകാരൻ ശ്രീനിവാസൻ പറയുമ്പോൾ ചാടാനും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാനും നിൽക്കുന്ന ഒരാളല്ലേ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്നെ അപമാനിച്ചപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കി ചോറുരുട്ടി വിഴുങ്ങിയല്ലോ എന്ന് പറയും. അപ്പം നീ കൊതിയോടുകൂടി നോക്കിയിരുന്നല്ലോ. പിന്നെ നിങ്ങൾ ഉരുട്ടി വിഴുങ്ങുന്നത് നോക്കിയിരിക്കുകയല്ല, നിങ്ങൾ ശിരസിൽ കയറി ചാവണത് കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ നോക്കിയിരുന്നതിന്. നാളെ പത്രത്തിൽ വരില്ലേ സുപ്രസിദ്ധ ഗുണ്ട ചോറുരുള വായിൽ കയറി കഴിഞ്ഞിട്ട് ചത്തു എന്ന് പറയുന്നത് കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നോക്കിയിരുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ചോറിന് കൊതി കൊണ്ടൊന്നല്ല. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ ഇറക്കി വിട്ടതിന് നിങ്ങൾ പരിഹസിച്ചില്ലേ, അതേ നിങ്ങളെ തന്നെ നിങ്ങളുടെ അച്ഛനെ എത്ര പട്ടിനെ പറയാത്ത വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ നാണില്ലാണ്ട് ഇങ്ങോട്ട് കയറി നിങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടല്ലോ, എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയും. ഞാനും എൻ്റെ അച്ഛൻ തമ്മിലുള്ള നീ ഇടപെടണ്ടെന്ന് പറയും. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ ഇന്ന് ഒറ്റ തെറ്റിദ്ധാരണ മാറുമ്പോൾ നാളെ എന്നെ തീർച്ചയായിട്ടും വിളിക്കും, ഞാൻ പോവുകയും ചെയ്യും അങ്ങോട്ട് എന്ന് പറയും. പിന്നെ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ. അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനിങ്ങോട്ട് കയറി വന്നു. പിന്നെ നിങ്ങൾ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞല്ലോ, എന്തധികാരത്തിലാണ് നിങ്ങൾ ഇവിടെ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? നിങ്ങൾക്കുള്ള അതേ അവകാശം തന്നെ എനിക്കും ഈ വീട്ടിലുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്ന ലേബൽ അതിന് ഞാൻ ഇനി കോടതിയിൽ പോകണമെന്ന് ചോദിക്കും. കോടതിയിലോ ഒന്ന് വിക്രം ഞെട്ടും. അതെ, ഒരുപാട് തവണ ആ കൂട്ടിൽ കയറി നിന്നും ജാമ്യം എടുത്ത് ഇറങ്ങിപ്പോകുന്നതല്ലേ, അറിയില്ലേ? ആ കോടതിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയും ഈ വീട്ടിൽ എനിക്കും കൂടി അവകാശം ഉണ്ടെന്ന്. എന്താ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പേടിക്കുന്നുണ്ട്. വേറെ ആയതുകൊണ്ട് പറഞ്ഞതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിക്രം ചമ്മുന്നുണ്ട്. പിന്നെ എടോ മണ്ട, ആ വെള്ളം വേണമെങ്കിലേ ദാഹിക്കുമ്പോൾ എടുത്ത് കുടിച്ചോ. കാരടേ അതിൽ പല്ലിയൊന്നും മുള്ളിയിട്ടില്ല. പിന്നൊരു കാര്യം, പല്ലി മുള്ളാറില്ലടോ എന്ന് പറയും. പല്ലി മുള്ളാറില്ലേന്ന് ചോദിക്കും. ഇല്ല. കോഴി മുള്ളോ? ഇല്ല. അപ്പോൾ പല്ലി മുള്ളില്ല, പിന്നെ കോഴിയും പല്ലിയും മുള്ളെന്ന് നോക്കിയിരിക്കുകയല്ലേ ഞാൻ എന്നിങ്ങനെ വിക്രം മനസ്സിലാലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദ തലവഴി പുതപ്പ് വെച്ച് ഇങ്ങനെ കിടക്കണ്. അപ്പോൾ വേദ ഇങ്ങനെ കിടക്കണം നോക്കി തലയ്ക്ക് കൈ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ചാരിയിരിക്കും. വിക്രമിനാണെങ്കിൽ താഴത്ത് കിടന്ന് ഉറക്കം വരില്ല. അങ്ങനെ പിന്നീട് വീണ്ടും വീണ്ടും വേദ ഇറങ്ങുന്നത് നോക്കി സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.